ഹായ് ഓൾ, അഡ്വൻറ്റീഷ്യസ് റൂട്ട് മോഡിഫൈ ചെയ്ത് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടല്ലേ. എന്നാൽ അഡ്വൻറ്റീഷ്യസ് റൂട്ട് മോഡിഫൈ ചെയ്ത് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യത്തേത് സ്റ്റിൽറ്റ് റൂട്ട് അഥവാ പൊയ്ക്കാൽ വേരുകൾ അല്ലെങ്കിൽ ഊന്നുവേരുകൾ എന്ന് പറയാം. നദികൾ, കുളങ്ങൾ എന്നിവയുടെ തീരത്ത് വളരുന്ന പ്ലാന്റുകളുടെ അടിഭാഗത്ത് നിന്നും ചെറിയ റൂട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നു. ഈ അഡ്വൻറ്റീഷ്യസ് റൂട്ട് താഴോട്ട് ചെരിഞ്ഞ് വളർന്ന് മണ്ണിലേക്ക് ഇറങ്ങി മെയിൻ സ്റ്റെമ്മിന് സപ്പോർട്ട് കൊടുക്കുന്നു. പാൻഡാനസ് അഥവാ കൈത, ഷുഗർ കെയിൻ, മെയ്സ് എന്നിവയാണ് എക്സാമ്പിൾസ്. അടുത്തതാണ് പ്രോപ്പ് റൂട്ട് ഓർ പില്ലർ റൂട്ട്, താങ്ങുവേരുകൾ എന്ന് പറയാം. ബനിയൻ ട്രീ അഥവാ ആൽമരം പോലുള്ള വൻമരങ്ങളിൽ അതിൻ്റെ ബ്രാഞ്ചുകളിൽ നിന്നും രൂപപ്പെടുന്ന അഡ്വൻറ്റീഷ്യസ് റൂട്ട് താഴേക്ക് വളർന്ന് മണ്ണിലേക്ക് ഇറങ്ങുന്നു. ഇത് മെയിൻ ട്രങ്കിന് താങ്ങ് നൽകുന്നു. ഇത്തരം റൂട്ടുകളാണ് പ്രോപ്പ് റൂട്ട്. അടുത്തതാണ് ക്ലൈംബിംഗ് റൂട്ട്. സ്റ്റെമ്മിൻ്റെ നോഡുകളിൽ നിന്നും വളരുന്ന അഡ്വൻറ്റീഷ്യസ് റൂട്ടിൻ്റെ സഹായത്തോടെ അടുത്തുള്ള ചെടികളിൽ പറ്റിപ്പിടിച്ച് കയറുന്നു. അത്തരം റൂട്ടുകളെ ക്ലൈംബിംഗ് റൂട്ട് എന്ന് പറയുന്നു. പെപ്പർ ഇതിന് എക്സാമ്പിളാണ്. എന്താണ് അസിമിലേറ്ററി റൂട്ട്? ടിനോസ്പോറ അഥവാ ചിറ്റമൃത് എന്ന ചെടിയിൽ അഡ്വൻറ്റീഷ്യസ് റൂട്ട് ഗ്രീൻ കളറിൽ കാണുന്നു. ഈ റൂട്ടിൽ ക്ലോറോഫിൽ പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ ഫോട്ടോസിന്തസിസ് നടത്തുന്നു. കാർബൺ അസിമിലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ഇത്തരം റൂട്ടുകളെ അസിമിലേറ്ററി റൂട്ട് എന്ന് വിളിക്കാം. മറ്റൊരു എക്സാമ്പിളാണ് ട്രാപ്പ നാറ്റൻസ്. അവയുടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വേരുകൾ പച്ച നിറമുള്ളവയും നോഡുകളിൽ നിന്ന് രൂപപ്പെട്ടതുമാണ്. ഈ ഗ്രീൻ കളറുള്ള റൂട്ടുകൾ വെള്ളത്തിനടിയിൽ വെച്ച് ഫോട്ടോസിന്തസിസ് നടത്തുന്നു. നെക്സ്റ്റ് വൺ ആണ് ബ്രീത്തിങ് റൂട്ട് ഓർ ന്യൂമാറ്റോഫോർ. ചതുപ്പ് നിലത്ത് വളരുന്ന ചെടികളുടെ വേരുകൾ നെഗറ്റീവ് ജിയോട്രോപിക് വേരുകളാണ്. ഉപ്പ് കലർന്ന ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന ചെടികളുടെ വേരുകൾ മണ്ണിൽ ഓക്സിജന്റെ അഭാവം മൂലം മണ്ണിന്റെ ഉപരിതലത്തിന് മുകളിൽ ഉയർന്നു വരുന്നു. ഇവയെ ന്യൂമാറ്റോഫോർ എന്ന് വിളിക്കുന്നു. ന്യൂമാറ്റോഫോറിന്റെ അഗ്രഭാഗത്ത് ചെറിയ സുഷിരങ്ങളുണ്ട്. ഇവയെ ന്യൂമാറ്റോതോഡ് എന്ന് പറയാം. അതിലൂടെ വായു റൂട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നു. അവിസീനിയ, റൈസോഫോറ എന്നിവയാണ് എക്സാമ്പിൾസ്. എന്താണ് ഹോസ്റ്റോറിയ? പാരസൈറ്റിക് പ്ലാന്റ്സിൽ കാണുന്ന അഡ്വൻറ്റീഷ്യസ് റൂട്ട് മോഡിഫിക്കേഷനാണ് ഹോസ്റ്റോറിയ. ലൊറാന്തസ് അഥവാ ഇത്തിൽക്കണ്ണി പോലുള്ള പാരസൈറ്റിക് പ്ലാന്റ് ഹോസ്റ്റ് പ്ലാന്റിന്റെ മുകളിൽ വളരുകയും ഹോസ്റ്റോറിയ എന്ന അഡ്വൻറ്റീഷ്യസ് റൂട്ട് വഴി ഹോസ്റ്റ് പ്ലാന്റിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് വാട്ടറും മിനറൽസും ഉപയോഗിക്കുകയും ചെയ്യുന്നു. ലൊറാന്തസിനും ഗ്രീൻ ലീവ്സ് ഉണ്ട്. അതുകൊണ്ട് അവ ഫോട്ടോസിന്തസിസ് നടത്തി ഫുഡ് നിർമ്മിക്കുന്നു. അതുകൊണ്ട് അവയെ പാർഷ്യൽ പാരസൈറ്റ് എന്ന് വിളിക്കാം. എന്നാൽ കസ്ക്യൂട്ട റിഫ്ലെക്സ അഥവാ മൂടില്ലാത്ത ആളി ഒരു ടോട്ടൽ പാരസൈറ്റ് ആണ്. ഇവയ്ക്ക് ലീഫില്ല. കസ്ക്യൂട്ട ഇവയുടെ ഹോസ്റ്റോറിയ ഉപയോഗിച്ച് ഹോസ്റ്റ് പ്ലാന്റിൽ പെനിട്രേറ്റ് ചെയ്ത് കയറി വാട്ടറും മിനറൽസും ഉപയോഗിച്ച് വളരുന്നു. അടുത്തതാണ് വെലാമിൻ റൂട്ട്. വാൻഡ പോലുള്ള എപ്പിഫൈറ്റിലാണ് വെലാമിൻ റൂട്ട് കാണുന്നത്. വെലാമിൻ റൂട്ട് ഒരു അഡ്വൻറ്റീഷ്യസ് റൂട്ടാണ്. വെലാമിൻ റൂട്ടിനെ പൊതിഞ്ഞുകൊണ്ട് കാണുന്ന സ്പോഞ്ചി ടിഷ്യൂ ആണ് വെലാമിൻ ടിഷ്യൂ. ഈ വെലാമിൻ ടിഷ്യൂ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.